വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് ട്രെൻഡിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ പേരൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. മറ്റൊന്നുമല്ല, ബോർഡ് എക്സാമിൻ്റെയൊക്കെ സമയമായി വരികയാണ്. ഇതിപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നൊക്കെ പറയുന്നത് മോഡൽ എക്സാമുകളും അതുപോലെ തന്നെ ബോർഡ് എക്സാമൊക്കെ നടക്കുന്ന സമയമാണ്. 10നും 12നും CBSEയോ സ്റ്റേറ്റോ ICSEയോ ഏത് സിലബസ് ആണെങ്കിലും. അപ്പം എസ്പെഷ്യലി ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രഷേർഡ് ആവുന്ന കുട്ടികൾ, എസ്പെഷ്യലി ബോർഡ് എക്സാം സ്റ്റുഡൻസ് ഭയങ്കരമായിട്ട് പ്രഷേർഡ് ആവുന്ന സമയമാണ്. ഇപ്പോൾ സ്കൂളുകളിൽ നിന്നാണെങ്കിലും ഒരു പ്രഷർ ഉണ്ടാവും, ഫാമിലിയിൽ നിന്നൊരു പ്രഷർ ഉണ്ടാവും, ഫ്രണ്ട്സിൽ നിന്നെല്ലാം 4 സൈഡിൽ നിന്നും പ്രഷർ ഉണ്ടാകുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് മിക്ക കുട്ടികൾക്കും പേരൻസ് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും. എൻ്റെ കുട്ടി മുഴുവൻ A+ മേടിക്കണം, അല്ലെങ്കിൽ ഫുൾ A1 മേടിക്കണം, അല്ലെങ്കിൽ ടോപ്പ് റാങ്ക് മേടിക്കണം. അതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബിയോണ്ട് എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് പല പേരൻസും പോവാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു കുട്ടിയുടെ ഒരു അനുഭവം ഞാൻ പറയാം. അവൻ 12ാം ക്ലാസ് ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. 10ാം ക്ലാസ്സിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫുൾ A+ ഇല്ലെങ്കിലും 8 A+ഉം 2 Aയും മേടിച്ച ഒരു കുട്ടിയാണ് സ്റ്റേറ്റ് സിലബസിൽ. അപ്പം 12th എക്സാമിന് വേണ്ടി ആൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ആളുടെ വീട് തൃശ്ശൂരിനടുത്ത് ഒരു സ്ഥലത്താണ്. അപ്പം ആ പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് ലിറ്ററലി എൻ്റെ മുമ്പിൽ ഇരുന്ന് കുറേ കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഒന്നും ഞാൻ ചോദിക്കാതെ തന്നെ പൊട്ടിക്കരയണം എൻ്റെ മുമ്പിൽ, കാരണം പേരൻസ് എല്ലാം പുറത്ത് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനെങ്ങനെ വല്ലാതെ കിടന്ന് കരയുന്നേ? അപ്പോൾ അവൻ പറഞ്ഞത്, എനിക്ക് സ്ട്രെസ്സ് താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഒട്ടും എൻ്റെ പ്രഷർ എനിക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, മരിക്കാൻ വരെ തോന്നുന്നുണ്ട്. അപ്പോൾ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായി. ഞാൻ ഒത്തിരി സമയങ്ങൾ ആ കുട്ടിയായിട്ടിരുന്ന് സംസാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, +2 തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ജൂൺ ജൂലൈ സമയം മുതൽ പേരൻസ് ഭയങ്കര പ്രഷറാണ് കൊടുക്കുന്നത്. കാരണം നിനക്ക് ഭയങ്കരമായിട്ട് പറ്റും, 10th പറ്റാത്തത് നിനക്ക് 12th പറ്റും, 11th അത്യാവശ്യം നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 12th അതൊരു ഫുൾ A+ ലെവലിലേക്ക് കയറ്റാൻ, അല്ലെങ്കിൽ 100 out of 100ലേക്ക് കയറ്റാൻ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുകയാണ്. അപ്പം ആവശ്യമില്ലാതുള്ള ട്യൂഷനുകൾ കൊടുക്കുക, സ്കൂളിലെ എല്ലാം കഴിഞ്ഞ് വന്ന് വീട്ടിൽ വൈകിട്ട് ട്യൂഷൻ, രാവിലെ ട്യൂഷൻ. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഈ കുട്ടി ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡായി, ഭയങ്കരമായിട്ട് അവന് പറയാൻ പറ്റുന്നില്ല, കാരണം അവനൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. തീരെ പറ്റാതെ വന്നപ്പം അവൻ്റെ ഉറക്കളപ്പ് ഭയങ്കരമായിട്ട് കൂടി, ഒരു ഇൻസോംനിക് ലെവലിലേക്ക് അവൻ പോയി, ഭയങ്കരമായിട്ടുള്ളൊരു ആൻഷ്യസ് പേഴ്സണായിട്ട് അവൻ മാറി. കാരണം പേരൻസിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അവൻ എത്താൻ പറ്റുമോ എന്നുള്ളൊരു പേടി അവന് വന്നു തുടങ്ങി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക് അവനെത്തി. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ മനസ്സിലായൊരു കാര്യമാണ്, 24 hours അവൻ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കും, അവനെ കൊണ്ട് പറ്റുമെന്ന് അവനറിയാം. പക്ഷേ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് അവൻ്റെ മുകളിൽ കിട്ടപ്പം ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് അവനത് കോപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പേടി അവൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ എനിക്ക് അതെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ആ കുട്ടി പറഞ്ഞപ്പം എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസിന് ചിലർക്കെങ്കിലും ഇതൊരു നീഡായിരിക്കും, അല്ലെങ്കിൽ ഇത് ഹെൽപ്പായിരിക്കും, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അതിന് കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് ഉണ്ട്. ഈ ഭയങ്കരമായിട്ട് ഓവർ സ്ട്രെസ്ഡ് ആണ് അല്ലെങ്കിൽ ഓവർ പ്രഷേർഡ് ആണ്. ഒബ്വിയസ്ലി അതിൻ്റെ മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. 12 മുതൽ 14 മണിക്കൂർ വരെയെങ്കിലും പഠിക്കുന്നൊരു കുട്ടിക്ക് തീർച്ചയായും ഫ്ലൈയിങ് കളേഴ്സിൽ റാങ്ക് മേടിക്കാൻ പറ്റും. ഡെയിലി 12 തൊട്ട് 14 മണിക്കൂർ വരെ ബ്രേക്ക്, കറക്റ്റ് സമയത്തുള്ള ബ്രേക്കൊക്കെ എടുത്ത്, ഫുഡ് ബ്രേക്കും അതുപോലെ തന്നെ ഫ്രഷപ്പ് ആവാനുള്ള ബ്രേക്കൊക്കെ കൂട്ടി ഒരു ദിവസം 24 മണിക്കൂറിൽ 14 മണിക്കൂർ വരെ പഠിക്കുന്ന കുട്ടി ഒബ്വിയസ്ലി അത് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ 95 അല്ലെങ്കിൽ 90 എബവ് മാർക്ക് അവൻ മേടിക്കാൻ പറ്റും, ആ കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഓവർ പ്രഷേർഡ് ആവാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുട്ടികളുമുണ്ട്. പക്ഷേ മിക്ക കുട്ടികൾക്കും ഓവർ പ്രഷേർഡ് ആവുന്നുണ്ട്, സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. അതെങ്ങനെ ഓവർകം ചെയ്യാം? ഒന്ന്, ഡീപ്പ് ബ്രീത്ത് എക്സസൈസിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്കുകളുണ്ട്, മ്യൂസിക് മെഡിറ്റേഷനുകളുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിലാക്സേഷൻ ടെക്നിക്കുകൾ ഒത്തിരി ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കൊന്ന് നിങ്ങളെ തന്നെ ഒന്ന് കൂളാക്കാൻ, ഒന്ന് ഓക്കെ ആക്കാൻ അത് നിങ്ങളെ സഹായിക്കും. 2 പറയുന്നത്, കറക്റ്റ് സമയത്ത് ബ്രേക്കുകൾ എടുത്ത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. കറക്റ്റ് സമയങ്ങളിൽ ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ച് ഒരു 1.5-2 മണിക്കൂർ അടുപ്പിച്ചിരുന്ന് പഠിക്കുക, അതൊന്നുമില്ല. കൃത്യമായി ഇടയ്ക്ക് ഒരു 10 minutes ബ്രേക്കൊക്കെ എടുത്ത് അങ്ങനെ പഠിക്കുക. ഇരിക്കുന്ന സമയം, നിങ്ങൾ ഒത്തിരി സമയം ഇരുന്ന് വെറുതെ നോക്കിയിരിക്കുന്നത് നല്ലതാണ്. പഠിക്കുന്ന സമയം കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഒരു ബോർഡ് എക്സാം സ്റ്റുഡൻസിനൊരു ടിപ്സ് എന്ന രീതിയിൽ ഞാൻ 2-3 കാര്യങ്ങളോട് പറയാം. ഒന്ന്, നിങ്ങൾക്ക്
വായിച്ച് അല്ലെ പറഞ്ഞ് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ തലയിൽ നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ, ഇപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എഴുതി പഠിക്കണം. അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആക്കണം, ആക്രോണിംസ് ആക്കാം. ഇപ്പം ഒരു വലിയൊരു വേർഡിനെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒരിക്കലും നിങ്ങളുടെ കുട്ടികളിലേക്ക് ഇടരുത്. അവരെ പ്രഷറൈസ്ഡ് ആക്കരുത്. അവരെ എൻകറേജ് ചെയ്യണം. അവരുടെ കൂടെ കുറച്ച് സമയം ഇരുന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് അവരെ ഭയങ്കര ഫ്രീ ആക്കണം. എന്നിട്ട് അവരോട് പറയണം, പറ്റും, നിന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നീ ശ്രമിക്കുക. ഞങ്ങൾ ഒത്തിരി നിന്നെ പ്രഷറൈസ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി ഈ എൻട്രൻസിന്, അതുപോലെ തന്നെ മെഡിക്കൽ എൻട്രൻസ്, എഞ്ചിനീയറിംഗ് എൻട്രൻസിനൊക്കെ അത് സ്വപ്നം കണ്ട് നടക്കുന്ന കുട്ടികളുമുണ്ട്, കുട്ടികളെക്കാൾ സ്വപ്നം കണ്ട് നടക്കുന്ന പേരൻസും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വലിയ പ്രഷറാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പയ്യന് കിടക്കുന്ന പ്രഷർ ഇത് കഴിഞ്ഞ ഉടനെ കേരളത്തിലെ വളരെ പ്രമുഖമായൊരു സ്ഥാപനത്തിൽ എൻട്രൻസിന് ജോയിൻ ചെയ്യാനുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ അവൻ്റെ ഉള്ളിൽ പേടിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്തില്ല വളരെ അപകടത്തിലേക്കാണ് എത്തിക്കുന്നത്. അതിനൊന്ന് ബ്രീത്തിങ് എക്സസൈസ്, റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക. രണ്ടെന്ന് പറയുന്നത്, ഒന്ന് എല്ലാ ദിവസങ്ങളിലും ഇത്രയും മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് സമയമെങ്കിലും വ്യായാമത്തിന് വേണ്ടി സമയം മാറ്റി വെക്കുക. എന്ന് പറഞ്ഞാൽ എക്സസൈസിന് വേണ്ടി, അല്ലെങ്കിൽ ജിമ്മോ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന സെൽഫായിട്ടുള്ള എക്സസൈസസോ അല്ലെങ്കിൽ കളികളിൽ ഏർപ്പെടാനൊക്കെ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തേന്ന് പറയുന്നത്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഹെൽപ്പ് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ഗൈഡൻസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂൾ കൗൺസിലേഴ്സുമായിട്ട് ഡെഫിനറ്റായിട്ട് നിങ്ങൾ സംസാരിക്കണം. അതൊരു കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ടീച്ചേഴ്സ് കാണും. ടീച്ചേഴ്സ് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എല്ലാം കൂടെ ഓവർ പ്രഷർ തരുമെന്ന്. അവരെ എല്ലാവരും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും, എല്ലാവർക്കും മനസ്സിലാവും. എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് ടൈം ടേബിൾ ക്രമീകരിച്ച് പഠിക്കുക. നന്നായിട്ട് ടൈം ടേബിളൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. പക്ഷേ ചില കുട്ടികൾക്ക് പ്ലാനിങ് ഫാലസി ഉണ്ടാകും. നന്നായിട്ട് പ്ലാൻ ചെയ്യും, പക്ഷെ ഒന്നും വർക്കൗട്ട് ആവത്തില്ല. അങ്ങനെ സംഭവിക്കരുത്. ചെയ്യും എന്നുള്ളൊരു അടങ്ങാത്തൊരു ആഗ്രഹമായിട്ട് നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, നല്ലതായിട്ട് റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക. ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്, വളരെ പതിയെ ശ്വാസം മുകളിലോട്ട് എടുക്കുക, ശ്വാസം പതിയെ വലിച്ചെടുത്തിട്ട് പതിയെ തിരിച്ചു വിടുക. അങ്ങനെയുള്ള ഡീപ്പ് ബ്രീതിങ് എക്സസൈസസ് ഉണ്ട്. അതുപോലെ തന്നെ റിലാക്സേഷൻ, മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ ബേസ്ഡ് തെറാപ്പികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. 2, കൃത്യമായ ബ്രേക്കുകൾ കൊടുത്ത് വ്യായാമങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓവർ സ്ട്രെസ്ഡ് ആവാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഫാമിലിക്കകത്ത് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. എല്ലാ ദിവസവും പേരൻസും മക്കളും ഒക്കെ ഇരുന്ന് നന്നായിട്ട് സംസാരിക്കണം. ഇപ്പോൾ ഗൾഫിലുള്ള പേരൻസൊക്കെ ഉണ്ട്, നാട്ടിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. ഡെഫിനറ്റായിട്ട് അങ്ങനെയുള്ളവർ വളരെ കൂളായി കാമാവാനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ മൂവ് ചെയ്യുക. മേ ബി ഗെയിംസ് ആയിരിക്കും. ഓവറായിട്ടൊന്നും പോകേണ്ട. ഒരു ½ ആൻ അവർ ടു 1 അവർ മാക്സിമം നിങ്ങളതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് നിങ്ങൾ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സീക്ക് ഹെൽപ്പ് ഫ്രം യുവർ സ്കൂൾ കൗൺസിലർ ഓർ ഐദർ എ സൈക്കോളജിസ്റ്റ് ഓർ എ സ്കൂൾ കൗൺസിലർ. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ, ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ നന്നായിട്ട് ഗൈഡ് ചെയ്യും. ആ ഗൈഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹൈ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, പേരൻസ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള 3 മാസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള 2 മാസങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. ടെൻഷൻ വേണ്ട, ആൻസൈറ്റി വേണ്ട, പേടി വേണ്ട. വളരെ കൂളായിട്ട് എക്സാമിനെ, വളരെ സ്മാർട്ടായിട്ട് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് അറ്റൻഡ് ചെയ്യുക. എക്സാമിൽ ഫ്ലൈയിങ് കളേഴ്സിൽ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ പുറത്തേക്ക് വരാൻ സാധിക്കും. കീപ് ഗോയിങ്. ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.